ഈ വേനലവധിക്കാലത്ത് യാത്ര പോകാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം കൊടൈക്കനാൽ തന്നെയാണ്. അത്യാവശ്യം ഒരല്പം തണുപ്പെങ്കിലും ഉദ്ദേശിച്ചാണ് എല്ലാവരും യാത്ര ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ എവിടെയും മൂന്നാറും അതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പം തണുപ്പ് നമുക്ക് ലഭിക്കുന്നില്ല. ഊട്ടിയും കൊടൈക്കനാലുമാണ് അത്യാവശ്യം ഇത്തിരി തണുപ്പ് നമുക്ക് ലഭിക്കുന്നത്. കൊടൈക്കനാലിലെ യാത്രയുടെ ചില ദൃശ്യങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോസ് ഗാർഡനാണ് നമ്മളിന്ന് കാണിക്കുന്നത്. റോസ് ഗാർഡൻ എന്ന് പറയുന്നത് ഊട്ടിയിലെ റോസ് ഗാർഡനേക്കാൾ വലുതാണ്. 12 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു റോസാത്തോട്ടം. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ മൻസൂർ മുഹമ്മദ്, ട്രിപ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പന്ത്രണ്ട് ഏക്കറിൽ പണിത കൊടൈക്കനാൽ റോസ് ഗാർഡൻ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലുത് തന്നെയാണ്. ആത്യന്തികമായി ഊട്ടി റോസ് ഗാർഡനേക്കാൾ വലുത്. കാരണം ഊട്ടിയിലിത് 9 ഏക്കർ എന്നാണ് പറയപ്പെടുന്നത്. ഇത് 12 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു റോസ് ഗാർഡൻ തന്നെ. വിവിധ തരത്തിലുള്ള ഗന്ധങ്ങളിലെ വിവിധ വർണ്ണങ്ങളിൽ, വിവിധ നിറങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ വലിപ്പങ്ങളിൽ, അങ്ങനെ പല പല റോസകളെയും നമുക്കിവിടെ കാണാം. വലിയ ഒരു റോസ് ഗാർഡൻ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. എങ്കിലും മാക്സിമം ഓടി ഓടി നിന്ന് വേണം നമ്മളിത് കണ്ടു തീർക്കാൻ. തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് ഇത് ഉള്ളത്. 2018 മെഗാ കൊടൈക്കനാൽ റോസ് ഗാർഡൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം റോസാപ്പൂക്കളുണ്ട് ഇവിടെ. പൂന്തോട്ടത്തിൽ പ്രവേശിച്ച നിമിഷം മുതൽ റോസാപ്പൂക്കളുടെ ഗന്ധം നമ്മളെ ആകർഷിക്കും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യമാർന്ന റോസാപ്പൂക്കളുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് ചില പൂക്കൾ നമ്മളുടെ 2 കൈകൾ നിവർത്തുന്നതിനേക്കാൾ വലുതായിട്ട് തോന്നും. പുല്ല്, ട്രിപ്പ് ടേപ്പ് വാട്ടർ രീതി, ചുറ്റുമുള്ള കുരങ്ങുകൾ എന്നിവയും അതിലേറെ നിങ്ങളുടെ ഒരു ദിവസത്തെ മികച്ചതാക്കും. ഒരിക്കലും ഈ കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ, ഈ റോസ് ഗാർഡനിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇതിനിടയിൽ തന്നെ നല്ല കോടമഞ്ഞുമൊക്കെ നമുക്ക് ലഭിക്കും. അതിൻ്റെ ആ തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് ഈ റോസ് ഗാർഡനിൽ കറങ്ങി നടക്കാം. ഇവിടെ മൊത്തം മഞ്ഞാണ് കേട്ടോ. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ 10 കിലോമീറ്ററോളം റോസാപ്പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളെല്ലാം തന്നെ ഇവിടെ എടുത്ത് തീർക്കാൻ സാധിക്കില്ല. മറുവശത്താണെങ്കിൽ പൂന്തോട്ടങ്ങൾ വൃത്തിയായും സുരക്ഷിതമായും പരിപാലിക്കുന്ന രീതിയും നമുക്ക് മനസ്സിലാവും. പ്രകൃതി സ്നേഹികൾക്കും പുഷ്പപ്രേമികൾക്കും ഫോട്ടോഗ്രാഫി പ്രേമികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. റോസ് ഗാർഡൻ കൊടൈക്കനാലിൽ മറ്റെല്ലാ പൂന്തോട്ടങ്ങളെയും പോലെ കുട്ടികൾക്കുള്ള സ്ലൈഡർ, സീസോ, ഊഞ്ഞാൽ, മറ്റ് പല കളിക്കുന്ന സംഭവങ്ങളും കുട്ടികൾക്കൊക്കെ വിനോദത്തിന് ഏർപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു റോസ് ഗാർഡനിലുണ്ട്. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗാർഡനിലുടനീളം കറങ്ങാനായി ബാറ്ററി കാറുമുണ്ട്. സാധാരണ രീതിയിൽ നടക്കാൻ സുഖമില്ലാത്തവർക്കും പ്രായമായവർക്കുമൊക്കെ ഈ ബാറ്ററി കാർ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ സ്നേഹിക്കുന്നവരുമായും ഫാമിലിയായിട്ടുമൊക്കെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ തിരക്ക് കുറവുള്ളതും വലുതുമായ പ്രദേശമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നടക്കാനും സംസാരിക്കാനും കഴിയും. കൊടൈക്കനാലിലെ ശാന്തമായ സ്ഥലമാണ് റോസ് ഗാർഡൻ. ഫോട്ടോഗ്രാഫിയും പൂക്കളും ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു സ്ഥലം ഒരിക്കലും അന്യമാവില്ല. പ്രിയപ്പെട്ടവരുമായി വിശ്രമിക്കാനോ ചുറ്റുപാടുകളുടെ ഭംഗി ആസ്വദിക്കാനോ നിങ്ങൾ നോക്കുകയാണെങ്കിലും ശാന്തമായ പൂന്തോട്ടത്തിൻ്റെ പച്ചപ്പിന് നടുവിൽ ഇരുന്ന് സംസാരിക്കാനുമൊക്കെ ഈ ഒരു ഗാർഡൻ നമുക്ക് പ്രയോജനപ്പെടും. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണെങ്കിൽ
തീർച്ചയായും ഈ ശാന്തമായ ഈ ഒരു സ്ഥലത്ത് വരുന്നത് നല്ലതാണ്. 100 രൂപ വിലയുള്ള ബാറ്ററി കാറുകളിൽ നിങ്ങൾക്ക് പൂന്തോട്ടത്തിൽ കറങ്ങാം. 15-30 മിനിറ്റൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് 30 രൂപയെ അവർ വാങ്ങിക്കുന്നുള്ളൂ. പ്രായമായവർക്കും നടക്കാൻ കഴിയാത്തവർക്കുമൊക്കെ ഈ കാറുകൾ നല്ലതാണ്. കുതിരസവാരി പോലെ പര്യവേഷണം ചെയ്യാൻ പൂന്തോട്ടത്തിൽ അധികം വിനോദങ്ങളുമുണ്ട്. 10 മിനിറ്റ് ദൈർഘ്യമുള്ള കുതിരസവാരി ശരാശരി 100 മുതൽ 300 മീറ്റർ വരെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇതെല്ലാവർക്കും പ്രയോജനകരവുമാണ്. മരം കൊച്ചുന്ന തണുപ്പിനൊപ്പം തടാകങ്ങളും മലനിരകളുമുള്ള അതിമനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ. ജനപ്രീതിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കൊടൈക്കനാലിന് മലനിരകളുടെ രാജകുമാരി എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. കുഞ്ഞുറഞ്ഞു കിടക്കുന്ന മലനിരകളാണ് കൊടൈക്കനാലിൻ്റെ വന്യ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. സൗത്ത് ഇന്ത്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കൊടൈക്കനാൽ സാഹസികപ്രിയർക്കും ട്രക്കിംഗ്, ബോട്ടിംഗ്, സൈക്ലിംഗ് പ്രിയർക്കും ഇഷ്ടമാകുന്ന സ്ഥലമാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. കനത്ത കാടിന് നടുവിൽ വെള്ളച്ചാട്ടങ്ങളും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ മരങ്ങളും ആരെയും ആകർഷിക്കും. ആ സ്ഥലത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് റോസ് ഗാർഡൻ. കൊടൈക്കനാൽ വരുന്നവർ ഈ ഒരു സ്ഥലം തീർച്ചയായും സന്ദർശിക്കണം. ഈ ഒരു വേനൽ അവധിക്കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളും കുടുംബവുമൊക്കെയായി വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. നല്ല തണുപ്പും നല്ല കാഴ്ചകളും ഒക്കെയായി 1-2 ദിവസം ഈ കൊടൈക്കനാൽ അടിച്ചു പൊളിച്ച് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.